Section A, question number 10. O is the point of intersection of two chords AB and CD of a circle. ഇതാണ് സർക്കിൾ, ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇഫ് ആംഗിൾ BOC ഈക്വൾ ടു 80 ഡിഗ്രി, ഈ ആംഗിൾ 80 ഡിഗ്രിയാണ്. OA ഈക്വൾ ടു OD ആണ്, OA ഈക്വൾ ടു OD ആണ്. ആൻഡ് ട്രയാങ്കിൾ OD ആൻഡ് OBC ആണ്. ഫസ്റ്റ് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണോ ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ ആംഗിൾ 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ AOD ഈക്വൾ ടു ആംഗിൾ BOC ഈക്വൾ ടു 80 ഡിഗ്രി. ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സിൻസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ AC എന്ന് പറയുന്ന പോയിന്റ് ജസ്റ്റ് ഡോട്ടർ ലൈൻ വെച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് ആംഗിൾ ADCയും ആംഗിൾ ABCയും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ആർ ഈക്വൽ. ആംഗിൾ ADC is equal to angle ABC. Angle in the same segment of a circle are equal. അതായത് ഈ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ADCയും ABCയും. അത് രണ്ടും ഈക്വൽ ആണ്. Therefore by AA similarity, triangle OAD സിമിലർ ടു ട്രയാങ്കിൾ OBC. എന്നാൽ ഈ ആംഗിൾ ഈക്വലായി, പിന്നെ ഈ ആംഗിളും ഈക്വലാണ്. രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ പ്രൊപ്പോർഷൻ ആണ്. Therefore OD by OB ഈക്വൽ ടു OA by OC ഈക്വൽ ടു AD by BC. OD ഈക്വൽ ടു OA given. Here, since triangle OAD similar to triangle OBC, side ratios are in proportion. Side ratios are in proportion. Therefore OD by OB equal to OD by OC, since OD equal to OA. ഇത് രണ്ടും കട്ടാവും. Therefore OB equal to OC, OB equal to OC, ഇത് രണ്ടും ഈക്വൽ ആണ്. Therefore triangle OBC and triangle OAD are isosceles. Also triangle OBC and triangle OAD are similar. Therefore triangle OBC and triangle OAD are similar and isosceles. Answer is B.